പണ്ട് കണ്ട ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥ ഇപ്രകാരമാണ്. ഒരു അന്ധനായ മനുഷ്യൻ വളരെ കഷ്ടപ്പെട്ട് ഒരു റോഡ് മുറിച്ച് കടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അദ്ദേഹം ഓരോ തവണ കാലെടുത്ത് റോട്ടിലേക്ക് വലിക്കുന്നു, വണ്ടിയുടെ ഇരമ്പൽ കേട്ട് തൻ്റെ കാല് പിൻവലിക്കുന്നു, വീണ്ടും വയ്ക്കുന്നു, പിൻവലിക്കുന്നു. ആ റോഡിൻ്റെ അരികിൽ ഒരു ചാരു ബെഞ്ചിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്, തൻ്റെ ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ട്. ആ ചെറുപ്പക്കാരൻ ഈ കാഴ്ച കാണുന്നുണ്ട്. പക്ഷേ ഈ കാഴ്ച അവനിൽ ഒരു മാറ്റവും സൃഷ്ടിക്കുന്നില്ല. ഒരു അല്പസമയം ഈ അന്ധൻ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോൾ ഒരു മുടന്തനായ മനുഷ്യൻ അത് കാണുകയും അവൻ തൻ്റെ ചക്രവണ്ടി ഉരുട്ടി ഈ അന്ധനായ മനുഷ്യൻ്റെ അടുത്തെത്തുകയും അവൻ്റെ വടി തൻ്റെ തോളത്ത് വെച്ചുകൊണ്ട് ആ തിരക്കേറിയ ആ റോഡ് മുറിച്ച് കടക്കാനായിട്ട് ഈ അന്ധനെ സഹായിക്കുകയും ചെയ്യുന്ന കാഴ്ച. ഇത് കണ്ടുകൊണ്ട് ആ ചാരുബെഞ്ചിൽ വളരെ ലാസ്യ മനോഭാവത്തോടെ ഇരുന്നിരുന്ന ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഞെട്ടി എണീക്കുകയും അദ്ദേഹം ഉച്ചത്തിൽ പറയുന്നു, വൈ നോട്ട് മീ എന്നാണ്. എനിക്ക് എന്തുകൊണ്ടായില്ല. ആ ഷോർട്ട് ഫിലിമിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്, ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ആയില്ല എന്നുള്ളത്. നമുക്ക് തോന്നുന്നു ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അപകടമാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന ചില കാഴ്ചകൾ, ചില പ്രശ്നങ്ങൾ നമ്മളെ തൊടാതെ കടന്നു പോകുന്നു, നമ്മളെ സ്പർശിക്കാതെ അകന്നു പോകുന്നു. സമൂഹത്തിൽ നടക്കുന്ന വളരെ ഗൗരവമേറിയ പല കാര്യങ്ങളും നമ്മൾ മൈൻഡ് ചെയ്യാതെ നെഗ്ലക്റ്റ് ചെയ്ത് വിടുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പാപം എന്താണെന്ന് വെച്ചാൽ അത് നിസ്സംഗതയാണ്. ഇൻഡിഫറൻസ് എന്നൊക്കെ പറയും. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന ഏറ്റവും വലിയ അപകടം, ഏറ്റവും വലിയ പാപം. മറ്റൊരാൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു ബാധിക്കുന്ന കാര്യമേ അല്ലാത്ത അവസ്ഥ. വ്യക്തിപരമായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് എടപ്പള്ളിയിൽ നിന്നും ഒരു ഗവൺമെൻറ് KSRT ബസ്സിൽ തൃശ്ശൂരിലേക്കുള്ള ഒരു യാത്രയാണ്. എടപ്പള്ളിയിൽ നിന്നും കയറുമ്പോൾ ആ ബസ്സിൽ വലിയ തിരക്കുകളില്ല, ഏറെക്കുറെ സീറ്റുകളെല്ലാം നിറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളത് സ്ത്രീകളുടെ സീറ്റിലുള്ള ഒരു 2 സീറ്റാണ്, 3 പേർക്കുള്ള സീറ്റാണ്. അത് അറ്റത്ത് ഒരു സ്ത്രീ, ഒരു യുവതി ഇരിക്കുന്നു, പിന്നെ 2 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. ഞാനൊന്ന് ഇരിക്കാനായിട്ട് ശങ്കിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രായമേറിയ ഒരു വല്യപ്പച്ചൻ ആ ബസ്സിലേക്ക് കയറി വരുന്നത്. അദ്ദേഹം ഒരു വെള്ള ഷർട്ടും വെള്ള മുണ്ടൊക്കെ ഇട്ടൊരു എബോവ് 70 പ്രായം അദ്ദേഹത്തിന് മിനിമം കാണും. അദ്ദേഹം വേറെ ഒന്നും നോക്കിയില്ല, ആ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റ് അത് സ്ത്രീകളുടെയാണ് പുരുഷന്മാരുടെ ആണോ ഒന്നും നോക്കാതെ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. നല്ല മഴയുള്ളതാണ്. അങ്ങനെ ബസ് മുന്നോട്ട് പോകുന്നു, എടപ്പള്ളിയിൽ നിന്നും എടുക്കുന്നു. അത് യാത്ര തുടർന്ന് അതൊരു അങ്കമാലി എത്തിയപ്പോൾ അങ്കമാലി സ്റ്റോപ്പിൽ നിന്നും ഏതാനും പെൺകുട്ടികൾ, നഴ്സിംഗ് കുട്ടികൾ അതിൽ കയറാൻ ബസ്സിൽ. അവർ കയറിയ പാടെ തന്നെ ഒന്നും നോക്കാതെ ഈ സ്ത്രീകളുടെ സീറ്റ് കൈവശമാക്കിയ ഈ 70 വയസ്സിന് മേലെ പ്രായമുള്ള ഈ അപ്പച്ചൻ്റെ അടുത്ത് എഴുന്നേക്കാൻ പറയുമ്പോൾ അവർ പറയുന്ന കാരണം ഇതാണ്, ഇത് സ്ത്രീകളുടെ സീറ്റാണ്, ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് അവകാശപ്പെട്ടതാണ്. അവർ വളരെ യങ്ങാണ്, ഒരു 20-22 വയസ്സായിട്ടുള്ള ചെറുപ്പക്കാരികൾക്ക്. അദ്ദേഹം അവരുടെ മുമ്പിൽ തർക്കിക്കാൻ നിൽക്കാതെ അവരുടെ അവകാശവാദം ശരിയാണ്, സ്ത്രീകളുടെ സീറ്റാണ്, ഒന്നും പറയാതെ വളരെ ശിരസ് കുനിച്ചുകൊണ്ട് ആ വൃദ്ധൻ എണീറ്റ് മാറി പുറകോട്ട് നിൽക്കുകയാണ്. ഇത് കണ്ടു നിന്ന് പുറകിൽ സീറ്റ് ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം സുഭാഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ സുഭാഷ് എണീറ്റ് ഈ പറയുന്ന വല്യപ്പന് സീറ്റ് കൊടുക്കണം, അപ്പച്ച ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മളെ നേരത്തെ പറഞ്ഞ ഈ 20-22 വയസ്സായിട്ടുള്ള പെൺകുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. അവർ അപ്പച്ചനെ എണീറ്റ് വിട്ട ആ ഒരു സീറ്റിൽ ഇവർ 2 പേരും കൂടി ആ 2 സീറ്റിലായിട്ട് ഇരിക്കുന്നു. അവരവരുടെ മൊബൈലിലുള്ള കളികളൊക്കെ തുടരുന്നു. കണ്ട രസകരമായൊരു സങ്കടകരമായൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആ പെൺകുട്ടികളുടെ മൊബൈലിലെ ഡിസ്പ്ലേയുടെ പിക്ചർ എന്ന് പറയുന്നത് ഒരു മാതാവിൻ്റെയും ജപമാലയുടെയും പടമാണ്. നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ആഴം ചിലപ്പോഴൊക്കെ സംശയിച്ചു പോകുന്ന ചില സന്ദർഭങ്ങളാണിത്. നമ്മൾ പഠിപ്പിച്ചു വിടുന്ന കാറ്റിസവും ആത്മീയതയും ഒക്കെ പ്രാവർത്തികമാക്കാനായിട്ട് എത്രത്തോളം നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രായമായിട്ടൊരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ഒരു വാർദ്ധക്യത്തെ പരിഗണിക്കാതെ ഇരുന്ന സീറ്റിൽ നിന്നും എഴുന്നേൽപ്പിച്ച് വിടത്തക്ക രീതിയിലുള്ള ഒരു ഫോർമേഷനാണോ നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത്? അതാണ് ഈ നിസ്സംഗത എന്ന് പറയുന്നത്. എനിക്ക്, എൻ്റെ, ഞാൻ, ഐ, മീ, മൈസെൽഫ് എന്നൊക്കെ പറയുന്ന ഒരു സങ്കുചിത മനോഭാവത്തിലേക്ക് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത രീതികൾ മാറുന്നു. അത് വല്ലാത്തൊരു അപകടമാണ്, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു അപകടമാണിത്. അതുകൊണ്ട്
നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളൊന്നും ഒരു സാധാരണ ശരാശരി മലയാളി ഇപ്പോൾ ശ്രദ്ധിക്കുന്നേയില്ല. വഴിയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി ആരെങ്കിലും കിടക്കുന്നു, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, അത് ആരെങ്കിലും നോക്കിക്കോളും. ഒരു പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നു, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, അത് ആരെങ്കിലും ശരിയാക്കിക്കൊള്ളും. ഒരു റോഡ് സൈഡിൽ അല്ലെങ്കിൽ റോഡിന് നടുക്ക് ഒരു മൃഗത്തെ വണ്ടി ഇടിച്ച് കിടക്കുന്നു, ഒരുപാട് വണ്ടികൾ അതിൻ്റെ മേലെ അരഞ്ഞു പോകുന്നു, നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല, അത് ആരെങ്കിലും എടുത്ത് മാറ്റിക്കോളും. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു നിസ്സഹായ നിസ്സംഗതാ മനോഭാവത്തിലേക്ക് നമ്മുടെ ഒരു മനസാക്ഷി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വലിയൊരു അപകടമുണ്ട്. വൈ നോട്ട് മീ? ഞാൻ എന്തുകൊണ്ടായില്ല, എനിക്കൊന്നും എന്തുകൊണ്ടായില്ല? അത് നോബൽ സമ്മാന ജേതാവായിട്ടുള്ള കൈലാഷ് സത്യാർത്ഥി പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അതായത് മലാല യൂസഫിനോടൊപ്പം തന്നെ നോബൽ സമ്മാനം പങ്കിട്ട വ്യക്തിയാണ് കൈലാഷ് സത്യാർത്ഥി. ഇന്ത്യക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആ സമ്മാനം കിട്ടാനായിട്ട് കാരണം ഒരു 8 ലക്ഷത്തോളം സ്ട്രീറ്റ് ചിൽഡ്രനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി എന്നതിൻ്റെയൊക്കെ തെളിവിലാണ് അദ്ദേഹത്തിന് ഈ നോബൽ സമ്മാനം കിട്ടുന്നത്, സമാധാനത്തിൻ്റെ. അദ്ദേഹം പറയുന്ന കാര്യം, എന്നെ എപ്പോഴും എന്തെങ്കിലും ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചിരുന്നു എന്ന് പറയുന്ന കാര്യം ഈ 3 ചിന്തകളാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഐ, then who? If it is not here, then where? If it is not now, then when? ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ചെയ്യുക? ഇത് ഇവിടെ ചെയ്തില്ലെങ്കിൽ പിന്നെ എവിടെയാ ചെയ്യുക? ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യാനാ? ഈ ഒരു ചിന്ത അദ്ദേഹത്തെ നിരന്തരമായിട്ട് പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ചെയ്യാനായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഒരു കത്തോലിക്ക അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസ പ്രകാരം തിന്മയെ, പാപത്തെ 2 തരത്തിലൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ടല്ലോ. സിൻ ഓഫ് കമ്മീഷൻ ആൻഡ് സിൻ ഓഫ് ഒമിഷൻ. അതായത് ചെയ്തു കൂട്ടിയ തിന്മകളും ചെയ്യാതെ പോയ നന്മകളും. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്തായിയുടെ സുവിശേഷ പ്രകാരമൊക്കെ ഈ അന്ത്യവിധിക്കൊക്കെ കർത്താവ് അണയുമ്പോൾ നമ്മളെ വിധിക്കുന്നതിന് ഒരു മാനദണ്ഡം ഈ ചെയ്തു കൂട്ടിയ തിന്മകളല്ല, ചെയ്യാതെ പോയ നന്മകളെ കണക്ക് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, കുടിക്കാൻ തന്നില്ല എന്നും, വിശക്കുന്നവനായിരുന്നു, ഭക്ഷിക്കാൻ തന്നില്ല എന്നും, നഗ്നനായിരുന്നു, ഉടുപ്പിക്കാൻ തന്നില്ല എന്നും, കാരാഗ്രഹത്തിലായിരുന്നു, സന്ദർശിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മളെ വിധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ പറഞ്ഞ ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിൽ ഇത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ലാസർ ചെയ്ത അല്ലെങ്കിൽ ധനവാൻ ചെയ്ത അപകടം എന്ന് പറയുന്നത് ദരിദ്രനായിട്ടുള്ള ലാസറിനെ ഉപദ്രവിച്ചില്ല, പക്ഷെ അദ്ദേഹം സഹായിച്ചില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റൊരാളെ ഉപദ്രവിക്കുക, അതല്ലെങ്കിൽ അങ്ങനെ ആൾക്ക് സിൻ ഓഫ് കമ്മീഷൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തെ സഹായിക്കാതിരിക്കുക എന്നുള്ള ഒരു നിസ്സംഗതാ മനോഭാവം, ഒരു അപകടം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്, ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന്. ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. നമ്മൾ ഈ മറ്റൊരാളുടെ കാര്യത്തിലേക്ക് ഒട്ടും ഇടപെടാതെ ഓരോരുത്തരും ഓരോരോ കൊച്ചു ദ്വീപുകളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിപരമായ ഒരു കൊച്ചു അനുഭവം എന്ന് പറയുകയാണെങ്കിൽ, ഒരു പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചച്ഛനായിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഈ വീട് സന്ദർശനം എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയുണ്ട്. അച്ഛന്മാരും കൊച്ചന്മാരും വലിയച്ഛന്മാരെ കൂടി ഈ ആളുകളെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഒരു വീട്ടിൽ സന്ധ്യാനേരത്ത് കയറി വന്നു. അപ്പോൾ നമ്മളൊരു വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ സാധാരണ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആളുടെയും കൂടിയും പേര് ചോദിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കുന്നു അപ്പുറത്തെ വീട്ടിൽ ആരാണ്. അപ്പോൾ ആ വ്യക്തിനെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ പേരെടുത്ത് അഭിസംബോധന ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം കൊണ്ടാണ്. അങ്ങനെ ചെല്ലുന്നു, ഒരു വീട്ടിൽ ചെല്ലുന്നു. ആ വീട്ടിൽ ചെല്ലുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ പേര് ചോദിക്കുന്നു. ആ ചേച്ചിയുടെ പേര് മോളി എന്നാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നീട് ഈ വീട്ടിൽ സന്ദർശനം കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ വീട്ടിലെ മോളി ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ബെല്ലടിക്കുമ്പോൾ വാല് തുറക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു യുവതിയാണ്. ഞാൻ സ്വതസിദ്ധമായ ശൈലിയിൽ ചോദിക്കുകയാണ്, അല്ല എന്തുണ്ട് മോളി ചേച്ചി വിശേഷം എന്നൊക്കെ. അപ്പോൾ ആ ചേച്ചി വളരെ ഒരു സംശയാസ്പദമായിട്ട് എന്നെ നോക്കുകയാണ്. അച്ഛൻ എന്താണ് ഇങ്ങനെ പറയണമെന്നുള്ള രീതിയിൽ. ഞാനിങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ പറയുന്നു, അച്ഛാ എൻ്റെ പേര് മോളി എന്നല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. തൊട്ടപ്പുറത്തെ വീട്ടുകാരാണ് പറഞ്ഞു വിടുന്നത്, ഇപ്പുറത്ത് മോളി ചേച്ചിയാണ്. അപ്പോൾ ഒരു മോളി ആരാ? ഞാനും ഈ വാതിൽ തുറന്ന കതക് തുറന്ന ചേച്ചിയും തമ്മിൽ പിന്നെ പരസ്പരം മുഖത്ത് നോക്കി ആലോചിക്കുകയാണ്. അപ്പോൾ മോളി ആരാ? സത്യത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു മോളി എന്ന് പറയുന്ന സ്ത്രീ ഈ വീട്ടിൽ ഒരു 1.5 വർഷം മുമ്പ് വാടകയ്ക്ക് താമസിച്ചിരുന്നവരാണ്. അവർ മാറിപ്പോയി, ഈ മോളി ചേച്ചി അവിടെ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ എൽ ചേച്ചിയാണ് അവിടെ താമസിക്കുന്നത്. ദൈവം സഹായിച്ച് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വീട്ടുകാർ അറിയുന്നില്ല, ഈ 1.5 വർഷമായിട്ട് നമ്മുടെ അയൽക്കാർ ഈ എൽ സി മാറി, അല്ല മോളി മാറി, എൽ സി അവിടെ വന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് വല്ലാത്തൊരു അപകടമാണ്. അതൊരു ടൗൺ കൾച്ചറിൽ നിൽക്കുന്ന പള്ളി ആയതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ ഒരു ആധിക്യത്വം. പക്ഷെ ഇതല്ലെങ്കിൽ പോലും ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും പലപ്പോഴും
തൊട്ടപ്പുറത്ത് നടക്കുന്നവൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ലീസ്റ്റ് ബോധേഡാണ്. നമ്മൾ ഒട്ടും ചിന്തിക്കുന്നില്ല. അവരൻ്റെ വീട്ടിൽ തീ പുകയുന്നുണ്ടോ, മേൽക്കൂര ചോരുന്നുണ്ടോ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. പലപ്പോഴൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ സേഫ് സോൺ, സേഫ് കോർണർ, അതാ മാത്രമാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. അതിൽ ഈ ഒരു വല്ലാത്ത ഒരു അപകടം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ആവശ്യങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുമ്പോൾ എനിക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ആരെ സഹായിക്കുക? അതാണ് എൻ്റെ പ്രത്യേകത. മറ്റൊരാളുടെ ആവശ്യത്തിൽ ഒരു കാര്യങ്ങളിൽ ഞാൻ ഇടപെടാൻ പോകാതിരിക്കുമ്പോൾ എൻ്റെ ഒരു ആവശ്യത്തിൽ ഇടപെടാനായിട്ട് ആരാണ്? അത് പഴയ ഒരു ജർമ്മൻ പാസ്റ്ററുടെ ഒരു ചെറിയ കഥ പറയുന്നുണ്ടല്ലോ. അതായത് നാസി തടങ്കൽ പാളയത്തിലേക്ക് പിടിച്ചുകൊണ്ടു പോകാനായിട്ടുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രൊട്ടസ്റ്റൻ്റ് പാസ്റ്ററാണ് പറയുന്നത്. വളരെ രസകരമാണ് ആ കഥ, വളരെ നിസ്സാര വാക്കുകളേ ഉള്ളൂ. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: അങ്ങ് ജർമ്മനിയിൽ ഹിറ്റ്ലറിൻ്റെ പടയാളികൾ ആദ്യം യഹൂദരെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു യഹൂദനല്ല. പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല. പിന്നീട് അവർ ഹോമോസെക്ഷലിനെ തിരഞ്ഞു പിടിക്കാനായിട്ട് വന്നു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ഹോമോസെക്ഷൽ അല്ല. പിന്നീട് അവർ കാത്തലിക്സിനെ കൊണ്ടുപോകാനായിട്ട് വന്നു. അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാനൊരു കാത്തലിക് അല്ല, ഞാനൊരു പ്രൊട്ടസ്റ്റൻ്റ് പാസ്റ്ററാണ്. അറ്റ് ലാസ്റ്റ് ദേ കെയിം ഫോർ മീ. അവസാനം അവർ എന്നെ തേടി എനിക്കായിട്ട് വന്നു. അപ്പോൾ അവിടെ എനിക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരും അവശേഷിച്ചിരുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കൊരു അപകടം വരുമ്പോൾ ഞാൻ മിണ്ടിയില്ല, അത് അവരെ ബാധിക്കുന്ന കാര്യമാണ്. ഒടുവിൽ അതെന്നെ ബാധിക്കുന്ന കാര്യമായിട്ട് മാറിയപ്പോൾ എനിക്ക് വേണ്ടി മിണ്ടാനായിട്ട് ആരുമില്ലാത്ത ഒരവസ്ഥ. ഇത് വല്ലാത്തൊരു അപകടമാണ്. ഏതൊരാളുടെ ജീവിതത്തിലും ഏതൊരു സമൂഹ ജീവിതത്തിലും സംഭവിക്കാനായിട്ട് ഇടയുള്ള ഒരു അപകടമാണ്. കാരണം ഈ പുലി വരുന്നേ എന്നൊക്കെ പറയും. നമ്മൾ പലപ്പോഴും തമാശയായിട്ട് സില്ലിയായിട്ടൊക്കെ നെഗ്ലക്റ്റ് ചെയ്ത് വിടുന്ന ചില അപകടങ്ങൾ നമ്മുടെ അരികത്തെത്തുമ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ആരുമില്ലാത്ത ഒരവസ്ഥ. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു നിസ്സംഗതാ മനോഭാവം, ഇൻഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വൈ നോട്ട് മീ? എനിക്ക് എന്തുകൊണ്ടായില്ല? ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല? മറ്റൊരാൾ ചെയ്യുന്നതിനേക്കാൾ മുൻപേ തന്നെ ചില നന്മകൾ, കാരുണ്യ പ്രവർത്തികൾ കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ടുള്ള വലിയ കടമയുണ്ട്. അത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം അത് നല്ലൊരു മാതൃകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. ലൂക്കാ സുവിശേഷം പറയുന്നത് പരിശുദ്ധ അമ്മ എലിസബത്ത് ഗർഭിണിയായ വാർത്ത കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ ആ സ്ത്രീയെ സഹായിക്കാനായിട്ട് പോയി എന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല അവർക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന്. പക്ഷെ ആരും പറയാതെ തന്നെ മറ്റൊരാളുടെ ആവശ്യത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ട് മാതാവിന് കഴിഞ്ഞു. അതല്ലെങ്കിൽ കാനായിലെ കല്യാണം ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, അവരുടെ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി എന്നുള്ള കാര്യം ആരും മാതാവിൻ്റെ അടുത്ത് പറയുന്നില്ല. പക്ഷെ അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സെൻസ്, അത് ഒരു സിനിമ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒരു സെൻസും സെൻസിറ്റിവിറ്റിയും സെൻസിബിലിറ്റിയും ഒക്കെ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഗുണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു മറ്റുള്ളൊരാളുടെ ആവശ്യങ്ങളോട് ഒരു സഹാനുഭൂതിയോടുകൂടി പെരുമാറുക എന്നൊക്കെയാണ്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ മിസറിക്കോർദിയ വുൾത്തൂസ് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ പേപ്പൽ ബുള്ളിൽ, മിസറിക്കോർദിയ വുൾത്തൂസ് എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ മുഖം എന്ന് പറയുന്ന പേപ്പൽ ബുള്ളിൽ, അത് കരുണയുടെ വർഷത്തിലാണ് അത് ഇറക്കിയത്, പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണാനായിട്ട് പഠിക്കണം. ക്രിസ്തുവിനെ ലോകത്തിൽ കാണിച്ചു കൊടുക്കാനായിട്ട് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ പറ്റണമെന്ന് പറയാണ്. അതെങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ മുഖം എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ മുഖമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം നിങ്ങളുടെ കാരുണ്യ പ്രവർത്തികളിലൂടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ നമുക്ക് മറ്റൊരാൾക്ക് എവിടെയാണോ സഹായം ആവശ്യമുള്ളത് അവിടെയൊക്കെ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കരുണ നമ്മൾ കാണിക്കുകയും ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുകയും ചെയ്യുകയാണ്. സുവിശേഷ ഭാഗങ്ങളിൽ പറയുന്ന കാര്യം ഇതാണ്: കരുണയുള്ളവരെ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും എന്നാണ്. അതായത് കൊടുക്കുന്നതിൽ അതേപോലെ കിട്ടുമെന്ന് പറയുന്നതിൽ ഒരേ ഒരു സുവിശേഷ ഭാഗ്യം പറയുന്നുള്ളൂ. 8 അഷ്ടാംഗ ഭാഗ്യങ്ങൾ പറയുന്നത് കരുണയുള്ളവരെ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ഒരാളോട് കാരുണ്യം കാണിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റെസിപ്രോക്കലായിട്ട് തിരിച്ച് ഇങ്ങോട്ട് കിട്ടുമെന്നുള്ളത് ഇതേ കാരുണ്യം തന്നെയാണ്. ഒരു ഇതേപോലെ തന്നെ ഒരു ഹ്രസ്വ ചിത്രം കൂടിയും കണ്ടത് ഓർക്കുകയാണ്. അത് ഒരല്പം ഒരു വയലൻ്റ് ആയിട്ടുള്ള ചിത്രമാണ്. അത് ഒരു ബസ് യാത്രയാണ്. ഒരു ബസ് യാത്രയിൽ
തിങ്ങി നിറഞ്ഞ ഒരു ബസ് യാത്ര. ആ ബസ് യാത്രയിൽ ഒരു ഗർഭിണിയായ സ്ത്രീ അതിലേക്ക് കയറി വരികയാണ്. അപ്പോൾ ഇത്തിരി തിരക്കുള്ള ഒരു ബസ്സാണ്. ആരും ഈ സ്ത്രീക്ക് ഈ സീറ്റ് കൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. വളരെ സങ്കടത്തോടു കൂടി അവൾ പരസ്പരം പലരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് ഈ മുഖം തിരിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ഇവൾ കയറി വന്ന സീറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു വികലാംഗർക്കുള്ള സീറ്റിൽ ഒരു ചെറുപ്പക്കാരൻ, കാലിന് വയ്യാത്തവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ഈ ഇത് ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവനാണ് എണീറ്റ് നിന്ന് ഈ സ്ത്രീക്ക് സീറ്റ് കൊടുക്കാനായിട്ട് തയ്യാറാകുന്നത്. അപ്പോൾ ഈ സ്ത്രീ കയറി വരുന്നു, ഈ ചെറുപ്പക്കാരൻ്റെ സീറ്റിലിരിക്കുന്നു. അവനാകട്ടെ ഒരു കാല് നഷ്ടപ്പെട്ടവനാണ്. അവനൊരല്പം പുറകോട്ട് മാറി ഈ ബസ്സിൻ്റെ ഇറങ്ങിയവനും കയറാനുള്ള ചവിട്ടുപടിയുടെ അടുത്തേക്കായിട്ട് മാറി നിൽക്കുകയാണ്. ചിത്രം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഈ ബസ് മുന്നോട്ട് നീങ്ങുന്നതോടൊപ്പം തന്നെ ഈ സ്ത്രീ ചുറ്റുമുള്ള എല്ലാവരെയും ഒന്ന് മുഖം നോക്കുന്നു. എന്നിട്ട് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നും ആ ചവിട്ടുപടിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനെ ഒരു തള്ളാണ്. അത് കണ്ടു നിൽക്കുന്നവരുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ആന്തരം വരും. കാരണം തനിക്ക് സീറ്റ് തന്ന ഈ ചെറുപ്പക്കാരനെ ഈ പെൺകുട്ടി ആ ബസ്സിൽ നിന്നും ഉറക്കനെ തള്ളിയിടുകയാണ്. പിന്നെ കാണിക്കുന്ന ഫിലിമിൻ്റെ ഷോട്ട് എന്ന് പറയുന്നത് അദ്ദേഹം ആ ബസ്സിൽ നിന്ന് തെറിച്ച് വീണ് റോട്ടിൽ വീണ് കിടക്കുന്നു. ആ ബസ് മുന്നോട്ട് പോകുന്നു. ഈ ചെറുപ്പക്കാരൻ നോക്കി നിൽക്കുമ്പോൾ, റോട്ടിൽ വീണ് ചെറുപ്പക്കാരൻ നോക്കി നിൽക്കുമ്പോൾ ആ ബസ് ഒരു അഗ്നിഗോളമായിട്ട് മാറുന്നു. കഥ ഇപ്രകാരമാണ്. ആ സ്ത്രീ സ്വയം ഒരു ബെൽറ്റ് ബോംബായിട്ട് മാറാനായിട്ട്, മറ്റുള്ളവരെ കൊല്ലുവാനായിട്ട് വിധിക്കപ്പെട്ട ഒരു തീവ്രവാദിനിയായിട്ട് വന്ന സ്ത്രീയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും തൻ്റെ അവസാന സമയത്ത് തനിക്ക് ഒരല്പം ഇരിക്കാനായിട്ട് ഇരിപ്പിടം തന്ന ആ വ്യക്തിയോട് അവൾക്ക് തോന്നുന്ന ഒരു സഹാനുഭൂതിയാണ്. തന്നോട് കരുണ കാണിച്ച ആ ഒരു വ്യക്തിയോട് അവൾക്ക് തോന്നുന്ന ഒരു സഹാനുഭൂതി അയാളെ ബസ്സിൽ നിന്നും തള്ളി ഇടുകയും അയാളുടെ ജീവൻ മാത്രം രക്ഷപ്പെടുകയും ആ ബസ്സിലുള്ള മറ്റെല്ലാവരും ഒരു അഗ്നിഗോളമായിട്ട് മാറുകയും ചെയ്തു. അതാണ് പറയുന്നത്, കരുണയുള്ളവരെ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. നമ്മൾ ആരുടെ അടുത്ത് കരുണ കാണിക്കുന്നുവോ തിരിച്ച് ഇപ്രകാരം ഏതെങ്കിലും ഒരു തരത്തിൽ, ഏതെങ്കിലും ഒരു ഭാവത്തിൽ തിരിച്ചു കിട്ടും. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊക്കെ നമ്മുടെ കാരണന്മാർ പറയാറുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ, നമ്മുടെ ഒരു ആവശ്യത്തിൻ്റെ സമയത്ത് മറ്റേതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ മുഖേന നമുക്കത് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇതിനൊരു ആത്മീയ തലം കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്ക് മറ്റുള്ളവരോട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു നന്മ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം, ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. പറഞ്ഞു വന്ന കാര്യങ്ങളെ ഒന്നും കൂടി സംഗ്രഹിക്കാമെന്ന് തോന്നുന്നു. പലപ്പോഴും നമ്മളായിരിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് ഒരു നിസ്സംഗത മനോഭാവമുള്ള ഒരു സമൂഹമാണ്. മറ്റൊരാളുടെ പ്രശ്നങ്ങളിൽ ഒരു പരിധി വിട്ട് ഇടപെടാനായിട്ട് ആഗ്രഹിക്കാത്ത സമൂഹമാണ്. അവൻ്റെ ഒരു ആവശ്യങ്ങളിൽ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാനോ സഹായിക്കാനോ ആവശ്യമുള്ള കാര്യങ്ങൾ നൽകുവാനായിട്ടോ നമ്മൾ മടി കാണിക്കുന്നു. ബോധപൂർവം നമ്മൾ മാറി നിൽക്കുകയാണ്. ആ ഒരു മെൻറ്റാലിറ്റിയെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഏതൊരാളുടെ കവി പറയുന്നുണ്ടല്ലോ, അതായത് ഏതൊരാളുടെ കാലിൽ തറയ്ക്കുന്ന മുള്ളും എൻ്റെ ആത്മാവിനെയാണ് കുത്തി നോവിക്കുന്നത്. മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ പ്രശ്നമാണ്. മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ പ്രശ്നമാണ്. ആ ഒരു തിരിച്ചറിവിലേക്ക്, ഒരു ഭാവനയിലേക്ക് ഒക്കെ, ഒരു വസുദേവ കുടുംബകം എന്നൊക്കെ പറയും, ലോകമേ തറവാട് എന്നൊക്കെ പറയുന്ന ഒരു ആത്മീയതയിലേക്ക് ഉണരുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് നമ്മുടെ ഈ സ്പിരിച്വാലിറ്റി നമ്മളെ സഹായിക്കേണ്ടത്. അതാണ് ഈ കാരുണ്യത്തിൻ്റെ മുഖം എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമാക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. ക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ കരുണയുടെ മുഖം മറ്റൊരാൾക്ക് കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. അപ്പോൾ അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ പ്രകടമാക്കിയേ തീരും. നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവർക്കൊക്കെ ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം പ്രകാശമയമാക്കാനായിട്ട് നമുക്ക് പറ്റണം. അതിന് ഏറ്റവും നമുക്ക് ധൈര്യം പകരുക എന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസമാണ്. കരുണയുള്ളവരെ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് കരുണ ചെയ്യുകയാണെങ്കിൽ, കാരുണ്യ പ്രവൃത്തിക്ക് മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു വിശ്വാസം. അത് ദൈവം തന്നെയായാലും അങ്ങനെ തന്നെയാണ്, ദൈവത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. മനുഷ്യന്മാരോട് കരുണ കാണിക്കും. ഈശോ തന്നെ പറഞ്ഞ ഉപമയുണ്ടല്ലോ, അത് ഒരാൾക്ക് ഒരു യജമാനൻ കുറച്ച് താലന്ത് ഇളവ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹം പോയിട്ട് വേറെ തന്നെക്കാളും താഴ്ന്നൊരു മനുഷ്യൻ കുറച്ചും കൂടി കുറവ് പൈസ തരാനുള്ള ഒരാളുടെ അടുത്ത് യാതൊരു കരുണയും കാണിക്കാതെ പെരുമാറുമ്പോൾ ഈ യജമാനൻ കോപിഷ്ഠനാകുകയാണ്. അവൻ പറയാണ്,
ഞാൻ നിന്നോട് കരുണ കാണിച്ചതല്ലേ, നീ എന്തുകൊണ്ട് നിൻ്റെ സഹസേവകനോട് കരുണ കാണിച്ചില്ല? അപ്പോൾ ഈ കരുണ കാണിക്കുക എന്നുള്ളത് ദൈവം നമ്മോട് കരുണ കാണിച്ചു, അതുപോലെ മറ്റുള്ളവരോടും കരുണ കാണിക്കാനായിട്ടുള്ള വലിയ കടമ നമുക്കുണ്ട്. അതാണ് നമ്മുടെ ആത്മീയതയുടെ ഒരു അളവുകോൽ. ആ ഒരു ജീവിത ശൈലി ആത്മീയത വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം.